ലൂക്ക 21:4. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും സംഭാവന ചെയ്തു, ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. വിധവയുടെ കാണിക്കയുടെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വചനമാണിത്. അവരെല്ലാവരും തൻ്റെ സമൃദ്ധിയിൽ നിന്നും സംഭാവന ചെയ്തു, ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവർ, ബാക്കിയുള്ളവരെല്ലാം ആ കാണിക്ക പാത്രത്തിൽ ഇട്ട സംഭാവനയ്ക്ക് സുവിശേഷം വിളിക്കുന്ന പേര് സംഭാവന എന്നാണ്. ഇട്ട ആ തുകയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് സംഭാവന എന്നാണ്. എന്നാൽ വിധവ ഇട്ട ആ ചെമ്പ് തുട്ടിന് സുവിശേഷം വെച്ചിരിക്കുന്ന പേര് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാ. എന്തൊരു വലിയ വാക്കിന് ഒരു വ്യത്യാസം. സ്നേഹമുള്ളവരെ, സംഭാവന അത് സമൃദ്ധിയിൽ നിന്ന്, ഈ നിക്ഷേപം അത് ഹൃദയത്തിൽ നിന്ന്. ഇതാ വ്യത്യാസം. തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും, നാളെ ജീവിക്കാൻ കയ്യിലൊന്നും ഇല്ല എന്നത് ഈ അമ്മയുടെ വേദനയായി കാണേണ്ടതുണ്ടല്ലോ. പക്ഷേ അമ്മയെ അതൊരു നോവായിട്ട് വിശേഷിപ്പിക്കുന്നില്ല. അമ്മ അതിൽ സന്തോഷവതിയാണ്. നാളത്തെ വകയെക്കുറിച്ച് ആകുലപ്പെടുന്ന ഒരു വചനഭാഗം അവിടെ കാണുന്നില്ല. മറിച്ച് അവൾ സംതൃപ്തയാണ്. സ്നേഹമുള്ളവരെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? നാളത്തെ ദിനത്തെ നോക്കാൻ തമ്പുരാൻ അറിയാം. ഇന്നലെ നടത്തിയവൻ ഇന്ന് നടത്തും, ഇന്ന് നടത്തിയവൻ നാളെ നടത്തുമെന്നുള്ള ഈ വിധവ, ഈ പാവപ്പെട്ട പെണ്ണിൻ്റെ ചങ്കൂറ്റവും വിശ്വാസവും സ്നേഹമുള്ളവരെ എത്ര വലുതാണ്. സ്വർഗത്തിനു വേണ്ടി ഹൃദയത്തിൽ നിന്നും നാളെക്കുറിച്ചുള്ള ആകുലതകളൊന്നുമില്ലാതെ മുഴുവൻ സംഭാവന ചെയ്ത ഈ പെണ്ണിൻ്റെ പാഠം നമ്മളെ വേദനിപ്പിക്കണ്ടേ? സ്നേഹമുള്ളവർ, നമ്മളൊക്കെ നൽകുന്നത് എന്താ? മിച്ചം വെച്ച് ബാക്കിയുള്ളത് ഭിക്ഷ കർത്താവിന് കൊടുക്കുന്നത് പോലെ. എന്നാൽ ജീവിതം മുഴുവൻ സ്വർഗത്തിൻ്റെ മുമ്പിൽ തീറെഴുതി കൊടുത്ത വിധവ ഇനി നമ്മളിൽ നിന്ന് എത്രയോ എത്രയോ അകലെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കണം. സ്വർഗം അവളുടെ നിക്ഷേപത്തെ കണ്ടു. അവിടെ കാണിക്കപാത്രത്തിൽ വീഴുന്നത് കർത്താവ് സൂക്ഷിച്ചു വീക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഈ നൽകുന്നതെല്ലാം സ്വർഗം കാണും, സ്വർഗം അളക്കും, സ്വർഗം അതിനെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.